ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഴിമന്തി റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കോഴി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ കോഴി കളറും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു 4-5 തക്കാളി, 2 വലിയ സവാള, 1 ക്യാപ്സിക്കോ, അല്പം മല്ലിയില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് മല്ലിയിലയും 4-5 വെളുത്തുള്ളി അല്ലിയും ആഡ് ചെയ്ത് കൊടുത്ത് 1 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി അത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാനെടുക്കുന്ന പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ക്യാപ്സിക്കോയും മല്ലിയിലയും 2 കറുത്ത നാരങ്ങയും 1 മാഗി ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ കോഴിക്കളർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ മാറ്റിവെച്ച കോഴിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബിലും ഉപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് അല്പം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ടുള്ള വെള്ളം ഇതിലേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ ഒരു 8-10 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരല്പം പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളുടെ റൈസ് തയ്യാറാക്കാനായിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ റൈസ് തയ്യാറാക്കാനായിട്ടുള്ള വെള്ളം റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മളുടെ മാഗി അരി നല്ലതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്കിത് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഫ്രൈ പാനിൽ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് മന്തി അരിയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഊറ്റിയെടുക്കണം. ശേഷം നമുക്ക് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഒരല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പ് കുറവായതുകൊണ്ട് ഈ ഒരു രീതിയിൽ റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പുണ്ടോ ഇല്ലേ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു രീതിയിൽ വെള്ളം നല്ലതുപോലെ വാർത്തിയെടുത്ത് ഞാൻ ഈ മന്തി അരി നമ്മുടെ വെള്ളത്തിലേക്ക് മുഴുവനായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാ ചിക്കനും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് ഈ ഒരു രീതിയിൽ വെച്ചാൽ നമ്മുടെ ചിക്കൻ റെഡിയായി.
ഇത് നല്ലതുപോലെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല രീതിയിൽ തിളച്ച് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. നന്നായി വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മന്തി റൈസ് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു വെള്ളം വാരുന്നൊരു പാത്രത്തിലേക്ക് വേണം റൈസ് മാറ്റിയെടുക്കാനായിട്ട്. ഇനി ചിക്കനിലേക്ക് നമ്മുടെ റൈസെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മുഴുവനായ റൈസ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പച്ചമുളക് ഞെട്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഈ രീതിയിലൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 പച്ചമുളക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഒരു ഷോക്ക് വേണ്ടി ഞാനൊരല്പം മല്ലിയില ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 2 ഗ്ലാസ്സിൽ ഒരല്പം ചൂടുവെള്ളം എടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വീതം ചൂടുവെള്ളം 2 ഗ്ലാസ്സിലും എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ കോഴിക്കളർ ഒരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. മറ്റേ ഗ്ലാസ്സിൽ നമ്മളൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഈ രീതിയിൽ 2 വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ എല്ലായിടത്തും കൂടെ ഒരല്പമായിട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റീൽ ബൗളിൽ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലല്പം തീക്കണലിട്ട് നമുക്ക് റൈസിൻ്റെ നടുവിലായി ഈ രീതിയിൽ ഇറക്കി വെക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടച്ച് വെച്ച് ഞാനിവിടെ ഒരു ഇടിക്കല്ല് കൊണ്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പുക പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കുഴിമന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കുഴിമന്തി തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈസിയായി നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഈസി കുഴിമന്തി റെസിപ്പിയാണിത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അവരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.